ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ 14ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ഇതുവരെയുള്ള ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ചാനലിൽ കയറി പ്ലേലിസ്റ്റിൽ ക്ലാസ് 9 മാത്സ് എന്ന് നോക്കിയാൽ മതിയേ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ, 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ് വില. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? പെൻസിലിൻ്റെ വിലയോ? ഇവിടെ നമുക്ക് പേനയുടെ വില എക്സ് എന്നെടുക്കാം, അതുപോലെ പെൻസിലിൻ്റെ വില വൈ എന്നെടുക്കാം. നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത്, അതായത് നമുക്ക് ഏതാണോ അറിയാത്തത്, അതിന് നമുക്ക് എക്സ് വൈ എന്നെടുക്കാം. അപ്പോൾ 4 പേനയുടെ വില എത്രയാ? 4x അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അതിൽ തന്നെ 2 വിഭാഗമാക്കി തന്നിട്ടുണ്ടല്ലോ. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? 4 പേനയുടെ വില 4x, 3 പെൻസിലിൻ്റെ വില 3x. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ 66 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. 4x + 3y = 66. ഇത് 1ാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തേതോ? 7 പേനയുടെ വില. 7 പേനയുടെ വില 7 പേന = 7x. അതുപോലെ പിന്നെ ഇവിടെ 3 പെൻസിൽ തന്നെ അല്ലേ? 3 പെൻസിൽ = 3y. അപ്പോൾ അതും രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എങ്ങനെ എഴുതാം? 7x + 3y = 111 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 7 പേനയും 3 പെൻസിലും കൂടെ കൂട്ടിയാൽ 111 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പേനയും 3 പെൻസിലും കൂട്ടിയാൽ 66 ആണെന്നും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ, 2 ഇക്വേഷൻ അല്ല നമുക്കിവിടെ കിട്ടിയത്. അതിൽ ഓരോ ഇക്വേഷനിൽ ഏതാണോ വലിയ ഇക്വേഷൻ, അതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. വലുതല്ലേ 111, അതായത് 7x ആണ് ഇവിടെ 4x. അപ്പം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. 7x + 3y - 4x + 3y. അതായത് 7x + 3y എന്ന് പറഞ്ഞാൽ 111 ആണ്. അതിൽ നിന്നും 4x + 3y എന്ന് പറഞ്ഞാൽ 66 കുറയ്ക്കുക. അപ്പോൾ എത്രയാ? 45 എന്ന് കിട്ടും. ബാക്കി 45 ആണെന്ന് കിട്ടും. അതായത് പെൻസിലിൻ്റെ വില ഇവിടെ തുല്യമാണ്. പേനയുടെ വിലയാണ് മാറ്റുള്ളത്. 7 പേനയ്ക്കുള്ള വില ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 4 പേനയുടെ വിലയാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അധികം 3 പേനയുടെ വിലയാണല്ലേ അധികം ഉണ്ടാവുക. അപ്പോൾ 3 പേനയുടെ വിലയാണ് എന്ത്? ഈ 45 എന്ന് പറയുന്നത്. 3 പേനയുടെ വില കേട്ടോ. 3 പേനയുടെ വിലയല്ലേ കൂടിയിട്ടുള്ളത്. 3 പേനയുടെ വിലയാണ് എന്ത്? ഈ 45 എന്ന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ മക്കൾ ബ്രാക്കറ്റ് ചെയ്യണം കേട്ടോ. ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് എഴുതാം. 7x + 3y - 4x. പിന്നെ ഇവിടെ പ്ലസ് അല്ല വരിക, മൈനസും പ്ലസ്സും ആവുന്ന സമയത്ത് -3y ആണ് വരിക. അത് മക്കൾക്ക് ഇതൊന്ന് ഇവിടെ ഓർത്ത് വെക്കുക. ഒരു പ്ലസ്സും ഒരു മൈനസും ആണെങ്കിൽ മൈനസ് ആണ്. അതുപോലെ തന്നെ ഒരു മൈനസും ബ്രാക്കറ്റിൽ ഒരു പ്ലസ്സും ആണെങ്കിലും മൈനസ് ആണ്. ഇനി പ്ലസ്സും ആണ് പ്ലസ്, അതുപോലെ മൈനസും ആണെങ്കിലും പ്ലസ്. ഇത് മക്കളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അത് അധിക ക്വസ്റ്റ്യനിൽ മക്കൾക്ക് തന്നാലെ ചെയ്യേണ്ടി വരും, ഒറ്റയ്ക്ക് ചിന്തിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ചിഹ്നത്തുമ്പോൾ തന്നെ മക്കളത് മാറിപ്പോവും, തെറ്റിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യാം? 7x + 3y അല്ലേ? 3y - 4x ഇവിടെ വരെ ശരിയായി. പിന്നെ ഈ പ്ലസ്സും മൈനസും ആവുമ്പോൾ -3y ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? 7xൽ നിന്ന് ആദ്യം 4x കുറയ്ക്കുക. അപ്പോൾ എത്രയാ? 3x. പിന്നെയോ? അപ്പോൾ ഈ 3x എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 3x, 7xൽ നിന്ന് 4x കുറച്ചാൽ 3x. പിന്നെ ഇവിടെ 3y, ഇവിടെയും 3y ആണ്. അപ്പോൾ 3yൽ നിന്ന് 3y കുറച്ചാൽ എത്രയാണ്? ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ പ്ലസ്സും മൈനസും മൈനസ് തന്നെ അല്ലേ? അപ്പോൾ 3yൽ നിന്ന് നമ്മൾ ഈ 3y കുറയ്ക്കുമ്പോൾ നമുക്കങ്ങ് വെട്ടിക്കളയാം അല്ലേ? അത്രയല്ലേ ഉള്ളൂ, വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ എത്രയാണ്?
ഇവിടെ 3x മാത്രമാണ് ഉണ്ടാവുക, y ഇല്ല. 3 നമ്മളിവിടെ ഒരു സംഖ്യയാണെന്ന് വിചാരിക്കുക. അതേ സംഖ്യ എവിടെയാണെങ്കിൽ അതിൽ നിന്ന് ആ സംഖ്യ കുറച്ചാൽ 0 അല്ലേ, അപ്പം നമ്മൾ അതെടുത്ത് എഴുതണ്ടല്ലോ. അപ്പോൾ 3x എന്ന് പറയുന്നത് എത്രയാ നമ്മൾ കണ്ടുപിടിച്ചു. 3 പേനയുടെ വില, x എന്ന് പറയുന്നത് പേനയുടെ വിലയാണ്. 3 പേനയുടെ വില സമം 45 ആണെന്ന് കണ്ടുപിടിച്ചു. അതായത് ഒരു പേനയുടെ വില സമം ഈ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു സാധനമാണെന്നൊക്കെ വിചാരിച്ചത്, നമുക്ക് 3 പെന്ന് വാങ്ങണമെങ്കിൽ 45 റുപ്യ വിചാരിക്കാം. അതിലപ്പോൾ ഒരു പെന്നിന് എത്രയാണെന്ന് ചോദിച്ചാലല്ലേ വേണ്ട, 3 പെന്നിന് 30 രൂപ എന്ന് പറഞ്ഞാൽ ഒരു പെന്നിന് എത്ര രൂപയാണ്? സിമ്പിളായിട്ട് 10 രൂപ. അതുപോലെ തന്നെയാണ് 45 രൂപ 3 പെന്നിനാണെങ്കിൽ ഒരു പെന്നിൻ്റെ വില സമം 15 രൂപ. 15 രൂപയാണ് ഒരു പെന്നിൻ്റെ വില. അപ്പോൾ നമുക്കൊരു എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 15 രൂപയാണ് എന്ന് കിട്ടി. ഇനി നമുക്ക് y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനോ അല്ലെ ഈ ഒരു ഇക്വേഷനോ ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. നമുക്ക് ചെറുതെടുക്കാം അല്ലേ. 4x പ്ലസ് ഇവിടെ ചെയ്യാം 4x പ്ലസ് 3y ഈക്വൽ ടു 66 അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? നമ്മൾ കണ്ടുപിടിച്ച വില എത്രയാ? 15 പ്ലസ് 3y സമം 66. ഇനി 4 15 എത്രയാ? 60 പ്ലസ് 3y ഈക്വൽ ടു 66. ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? 3y എത്രയാന്ന് കണ്ടുപിടിക്കണം. 3y സമം 66ൽ നിന്ന് മൈനസ് 60. ബാക്കി എത്രയാ? 60. അപ്പോൾ 3y സമം 60. അപ്പോൾ ഒരു y സമം 6. അപ്പോൾ ഒരു y സമം എത്രയാ? 6/3. അപ്പം എത്രയാ? പെൻസിലിന് 2 രൂപ. അപ്പോൾ കിട്ടിയല്ലോ. അത് ശരിയാണോ നോക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് വരാം. 7 ഇൻറ്റു എക്സ് എത്രയാ? 15 ആണ്. 7 15 എത്രയാ? 7 15 105. 105ആയി. 111ൽ നിന്ന് 105 കുറയ്ക്കുമ്പോൾ എത്രയാ? 111ൽ നിന്ന് 105 കുറയ്ക്കുമ്പം എത്രയാ നോക്കിക്കേ? 6 രൂപ അല്ലേ. 6. അപ്പോൾ 3y വില സമം 6. നമ്മളിപ്പോൾ ചെയ്തത് തന്നെ 2 രൂപ. അപ്പോൾ അവിടെയും ശരിയല്ലേ? അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു പ്രോബ്ലത്തിലുള്ളത്. അപ്പോൾ പേനയുടെ വില നമുക്ക് 15 കിട്ടി, പെൻസിലിൻ്റെ വില 2 രൂപ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ ആണ്. ഈ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെൻറ്റിമീറ്ററായി. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയാണ്? അപ്പോൾ ഇവിടെയും നമുക്ക് നീളവും വീതിയും കണ്ടുപിടിക്കണം. അപ്പം നീളം x എന്നും വീതി y എന്നും എടുക്കാം. ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പം അതിൽ തന്നെ നമുക്ക് എന്താ തോന്നുന്നത്? ഒരു റെക്റ്റാങ്കിൾ, അതായത് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? ചുറ്റളവ് എത്രയാണ്? 26 സെൻറ്റിമീറ്റർ ആണ്. അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ലെങ്ത്താണ്, ഇവിടെയും ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്, അതായത് നീളം വീതി. അപ്പം നീളം പ്ലസ് വീതിൻ്റെ ഇരട്ടിയാണ് എന്ത്? ചുറ്റളവ് എന്ന് പറയുന്നത്. അതായത് 4 ഭാഗം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ചുറ്റളവ്. അല്ലാതെ നമുക്ക് എങ്ങനെ അറിയാം? നീളം പ്ലസ് വീതി ഇൻറ്റു 2 അല്ലേ, അതിൻ്റെ ഇരട്ടിയാണ്. നീളം പ്ലസ് വീതി ഇൻറ്റു 2 എന്ത്? ചുറ്റളവ്. അതായത് ചുറ്റളവ് നീളം പ്ലസ് വീതി ഇൻറ്റു 2. അതായത് ചുറ്റളവിൻ്റെ പകുതി ആയിരിക്കും എന്ത്? ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്ന് നമുക്കറിയാം ചുറ്റളവിൻ്റെ പകുതിയാണ് എന്ത്? 2 ഭാഗത്തെ നീളവും വീതിയും തമ്മിൽ കൂട്ടിയാലുള്ളത്. ചുറ്റളവിൻ്റെ ഹാഫ് ഓഫ് പെരിമീറ്റർ കേട്ടോ. ചുറ്റളവിൻ്റെ പകുതിയാണ് എന്ത്? നീളം പ്ലസ് വീതി.
കേട്ടോ. നീളം പ്ലസ് വീതി ഇൻറ്റു 2 ചുറ്റളവ്, അതായത് ചുറ്റളവിൻ്റെ പകുതിയാണ് നീളം പ്ലസ് വീതി. അപ്പോൾ ചുറ്റളവ് ഇവിടെ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 26. അപ്പോൾ 26ൻ്റെ പകുതി കണ്ടുപിടിക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 13 കേട്ടോ മക്കളെ. അപ്പം 2 ഭാഗത്തിൻ്റെ ഒരു റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും കൂടെ കൂട്ടിയാൽ 13 കിട്ടി. 4 ഭാഗം കൂടെ കൂട്ടിയാൽ ചുറ്റളവ് എന്ന് പറയുന്നത് 26 തന്നിട്ടുണ്ട്. നമുക്ക് നീളവും വീതിയാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അറിയാത്തതിനെ നമുക്ക് എന്തെടുക്കാം? നീളത്തിനെ എക്സ് എന്നും വീതിയെ വൈ എന്നും എടുക്കാം. അതായത് നീളം ലെങ്ത്ത്, ഇവിടെ ബ്രെഡ്ത്ത്, ഇങ്ങനെ എക്സ് വൈ എന്നെടുക്കാം. അപ്പം നമുക്കറിയാം ഒരു നീളവും ഒരു വീതിയും കൂട്ടിയാൽ എത്രയാ? 13. 13 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. അതായത് ഈ ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും കൂട്ടിയാലാണ് ഈ ചുറ്റളവിൻ്റെ പകുതി കിട്ടുക. മനസ്സിലായ മക്കളെ? ഈ ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും ഒരു പകുതിയും ഈ ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും ഒരു പകുതിയായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ചുറ്റളവാകുന്നത്. അപ്പോൾ ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്ര കിട്ടി? അതിൻ്റെ പകുതി 13 കിട്ടി. അപ്പോൾ നീളം നമ്മൾ എക്സ് എന്നും വീതി നമ്മൾ വൈ എന്നും എടുക്കുമ്പം എക്സ് പ്ലസ് വൈ, ഒരു വീതി ഒരു നീളം സമം 13 എന്ന് കിട്ടി. ഇനി നമുക്ക് 2 തവണ അടുത്ത ക്വസ്റ്റ്യന്, ഫസ്റ്റത്തെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ പകുതി ഭാഗം നമുക്ക് കിട്ടി. ഇനി നമുക്ക് 2 തവണ നീളം 2 തവണ 2 മടങ്ങായാൽ, നീളം 2 മടങ്ങായാൽ എത്രയാ? അപ്പോൾ 2 ടൈംസ് ലെങ്ത്ത്, ലെങ്ത്ത് 2 മടങ്ങായാൽ എത്രയാ? ഒന്നാണെങ്കിൽ എക്സ്, 2 മടങ്ങായാൽ 2x അല്ലേ, 2x. ഇനി വീതി 3 മടങ്ങായാൽ 3 ടൈംസ് ബ്രെഡ്ത്ത് ആയാൽ എത്രയാ? 3y, 3y എന്ന് വരും. അപ്പം നമുക്ക് ഇങ്ങനെയാണെങ്കിലുള്ള ചതുരത്തിൻ്റെ പെരിമീറ്റർ എത്രയാന്ന് തന്നിട്ടുണ്ട്. പെരിമീറ്റർ സമം എത്രയാണ്? 62 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ഒരു പെരിമീറ്ററുള്ള ഈ ഒരു ചുറ്റളവുള്ള 26 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങും ആയാൽ അതിൻ്റെ ചുറ്റളവ് 62 തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം പെരിമീറ്ററിൻ്റെ പകുതിയാണ് എന്ത്? ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് സമം, അതായത് നീളം പ്ലസ് വീതി സമം 62ൻ്റെ പകുതി, 62/2 എത്രയാ? 31. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ 62 തന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ 31 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2x പ്ലസ് 3y, 2x അല്ലേ, 2 നീളം പ്ലസ് 3y, 3 വീതി സമം 31 നമുക്ക് കിട്ടി. അപ്പോൾ ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13, അത് ഫസ്റ്റ് ഇക്വേഷൻ. ഇതിന് താഴെ ഇപ്പോൾ എഴുതിയത് 2x പ്ലസ് 3y ഈക്വൽ ടു 31 എഴുതിയത് രണ്ടാമത്തെ ഇക്വേഷനാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തൊട്ട് മുന്നത്തെ കണക്കിൽ ചെയ്തത് ഈ വലുതിൽ നിന്ന് ഇത് കുറച്ചതാണ്. നമുക്ക് ഒരു സംഖ്യയിൽ നിന്ന് ഒരു സംഖ്യ കുറയ്ക്കുമ്പം ഏതെങ്കിലും എക്സോ വൈയോ ഏതെങ്കിലും ഒന്ന് വെട്ടിക്കളയാൻ പറ്റണം. ഇതിൽ നിന്ന് 2xൽ നിന്ന് 1x കുറച്ചാൽ 1x ബാലൻസ് ആവും. അതുപോലെ 3yയിൽ നിന്ന് 1y കുറച്ചാലും 2y ബാലൻസ് ആവും. അപ്പോൾ അങ്ങനെ ബാലൻസ് പറ്റൂല, ഏതോ ഒന്ന് പോവണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഈ എക്സിനെ സെയിം ആക്കുക, അല്ലെങ്കിൽ വൈനെ സെയിം ആക്കുക. എക്സിനെ സെയിം ആക്കുന്ന സമയത്ത് ഇവിടെ 2x അല്ലേ, അപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം. അതപ്പോൾ എന്താവും? 2x ആവും, 2y ആവും, 2 13 ആവും, അപ്പോൾ 26 ആവും. നേരെ മറിച്ച് 3y ആണ് ആക്കണതെങ്കിൽ എന്ത് ചെയ്യണം? 3x പ്ലസ് 3y ഈക്വൽ ടു 3 13 39 ആവും. അപ്പോൾ നമുക്ക് കുറഞ്ഞത് എടുക്കാം അല്ലേ, 2x എടുക്കാം. അപ്പോൾ നമുക്ക് മുകളിലത്തതും താഴത്തതും സെയിം ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഇങ്ങോട്ട് എടുത്തെഴുതുകയാണ് കേട്ടോ. നമ്മൾ ഈ 2xനോട് ഈ 2x എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 2 കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം. അപ്പം 2x പ്ലസ് 2y ഈക്വൽ ടു 2 × 13.
2 × 13 എത്രയാ? അപ്പോൾ 26 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ആയില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോഴും ഇത് തന്നെയാണല്ലേ വലുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2x താഴെ 2x പ്ലസ് എത്ര വയ്യ? 3y മൈനസ് 2x പ്ലസ് 2y. അപ്പം നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പം 2x പ്ലസ് 3y മൈനസ് 2x പ്ലസ് 2y. അതായത് ഇവിടെ ഒരു സമട്ട് എടുക്കുക. അതായത് ഇത് വേറൊരു പോർഷനാണ് കേട്ടോ. അതായത് 2x എന്ന് പറയുന്നത് എത്രയാ? 2x പ്ലസ് 3y എന്ന് പറയുന്നത് 31 മൈനസ് ഇതെത്രയാ? ഈ ഇക്വേഷൻ്റെത് എത്രയാ വരുന്നത്? 2x പ്ലസ് 2y എന്ന് പറയുന്നത് 26. അപ്പം 31 നിന്ന് 26 കുറച്ചാൽ എത്രയാ? 5. അപ്പോൾ നമുക്ക് എന്താ അവിടെ 5 എന്ന് കിട്ടിയത്? 2xൽ നിന്ന് 2x പോയപ്പോൾ നമുക്കിതാ വെട്ടിക്കളയാം. 3yയിൽ നിന്ന് 2y പോയപ്പം y അല്ലേ? ഒരു y എന്ന് പറയുന്നത് എന്താണ്? y തന്നെ. y സമം 5 എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ? ഒന്നുകൂടി നോക്കിക്കേ. ഇവിടെ ഈ ഇക്വേഷനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ 2 ഇക്വേഷൻ വരുന്ന നേരം അത് ഏതെങ്കിലും ഒരു നമ്പറിനോട് സെയിം ആക്കി മാറ്റണം. ഏതെങ്കിലും x ആണെങ്കിലും y ആണെങ്കിലും ആ നമ്പർ എടുത്തിട്ട് സെയിം ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 2x പ്ലസ് 3y അതായത് 31 മൈനസ് 2x പ്ലസ് 2y അതായത് 26. അതിൽ നിന്നും 2x തമ്മിൽ വെട്ടിപ്പോയി. 3yയിൽ നിന്ന് 2y. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലസും മൈനസും വരുന്ന നേരം മൈനസ് ആണ്. അപ്പോൾ 3yയിൽ നിന്ന് 2y കുറയ്ക്കുമ്പോൾ 1y എന്ന് പറഞ്ഞാൽ y തന്നെ. അപ്പോൾ അത് 5. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം. x പ്ലസ് y ഈക്വൽ ടു 13. 13 എന്നാവില്ല പറഞ്ഞേ. അപ്പോൾ x പ്ലസ് y ഈക്വൽ ടു 13 എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് y 5 കിട്ടി. x പ്ലസ് y സമം അല്ല y അല്ല x പ്ലസ് 5 സമം 13. അപ്പോൾ x കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 13 മൈനസ് 5 സമം എത്രയാ? 8 അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ x സമം 8. അപ്പോൾ നമ്മൾ നോക്കിക്കുക ഇവിടെ ശരിയാണോ നോക്കുക. ലെങ്ത്ത് 8, ബ്രെഡ്ത്ത് 5 ആണെങ്കിൽ അപ്പോൾ പെരിമീറ്റർ എത്രയായിരിക്കും? 8ഉം 5ഉം എത്രയാ? 8ഉം 5ഉം 13. 13ൻ്റെ ഡബിള് എത്രയാ? 26. ഫസ്റ്റത്തെ ശരിയല്ലേ? ഇനി നമ്മൾ ഈ 8നെ 2 മടങ്ങാക്കിയാണ് അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്. 8നെ 2 മടങ്ങാക്കിയാൽ ഇവിടെ 16. പിന്നെ ബ്രെഡ്ത്തിന് എത്ര മടങ്ങാക്കി? 3 മടങ്ങാക്കി. അപ്പോൾ എത്രയായി? 15. 16ഉം 15ഉം എത്രയാ? 31. 31ന് 31 × 2 അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 62. അപ്പോൾ ഉത്തരം ശരിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം തന്നെ കൂടെ ചെയ്ത് നോക്കിയിട്ട് വരണം കേട്ടോ. എന്നാലേ ഉള്ളൂ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാ മൊത്തമായിട്ട് മക്കൾ എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് എടുക്കുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.